യുഎഇയിൽ അസ്ഥിര കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ വീണ്ടും മുൻകരുതലെടുക്കാനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് NCM. ഒമാനിൽ ഇതിനോടകം തന്നെ പ്രതികൂല കാലാവസ്ഥയിൽ 19 ആളുകളാണ് ഇതുവരെ മരണപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒമാനിലും UAEയിലും മാത്രമല്ല ബഹ്റൈനിലും സൗദി അറേബ്യയിലുമൊക്കെ ഈ ദിവസങ്ങളിൽ പ്രതികൂല കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട്. ഇന്ന് വൈകിട്ടോടെ ഏപ്രിൽ 15 ഇന്ന് വൈകിട്ടോടെ മഴ ആരംഭിക്കുകയും ബുധനാഴ്ച വരെ ഈ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ പ്രദേശങ്ങളിൽ ഇടിയും മിന്നലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കവും പ്രതീക്ഷിക്കാമെന്നാണ് NCM അറിയിക്കുന്നത്. ചിലയിടങ്ങളിൽ വലിയ രീതിയിലുള്ള കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദൃശ്യപരത ഗണ്യമായിട്ട് കുറയും. വാഹനം ഓടിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നു എന്നാണ് UAE ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 ദിവസങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് രാജ്യം തയ്യാറെടുപ്പുകൾ നടത്തിയതായിട്ടും ആഭ്യന്തര മന്ത്രാലയം പറയുന്നുണ്ട്. ഏപ്രിൽ 15 മുതൽ 17 വരെയുള്ള ഈ അസ്ഥിര കാലാവസ്ഥ സമയത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണമെന്ന് പൊതുജനങ്ങളോട് ഇവർ അഭ്യർത്ഥിക്കുന്നുമുണ്ട്. UAEയിലെ കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുത്ത് റാസൽ ഖൈമയിലെ പബ്ലിക് പാർക്കുകളും ബീച്ചുകളും അടക്കുന്നതായി റാസൽ ഖൈമ പബ്ലിക് സർവീസസ് അറിയിച്ചു. ഈ കാലാവസ്ഥ സ്ഥിരപ്പെടുന്നതുവരെ ഇത് താൽക്കാലികമായി അടച്ചിടുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. റാസൽ ഖൈമയിലെ പ്രാദേശിക എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ ടീം എമിറേറ്റിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള ക്ലാസുകൾ ഓൺലൈനായിട്ട് മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട്.